ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസ്റ്റ് ഇമാജിനീഷ് വ്ളോഗ്. നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ പിൻവീൽ. നമുക്ക് ചിക്കൻ കൊണ്ട് പലവിധ ഐറ്റംസുകളും ചെയ്യാം. അതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് പിൻവീൽ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് കണ്ടു നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പിൻവീൽ തയ്യാറാക്കാനുള്ള ഡോ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മൈദപ്പൊടി വേണ്ടാത്തവർക്ക് വീറ്റ് ഫ്ലവർ ആയാലും യൂസ് ചെയ്യാം നമുക്ക്. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം റവ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വറുത്ത റവ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവയെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡോ തയ്യാറാക്കാനായിട്ട് പാകത്തിന് ചെറു ചൂടുവെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഒരു ഡോ പോലെ, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒരു ഡോ ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായി നമ്മുടെ ഡോ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മേലെ കുറച്ച് ഓയിലും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാല പ്രിപ്പറേഷൻസിന് ആവശ്യമായിട്ട് ഉള്ള 2 സവാള, 1 തക്കാളി, അതേപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ സവാള നന്നായി സോഫ്റ്റായി വഴന്നു വരുന്നത് വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി അതും നമുക്ക് 1 മിനിറ്റ് നേരം നന്നായി സോട്ട് ചെയ്തിട്ടെടുക്കാം. ആ ഒരു ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 1 തക്കാളി, അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ തക്കാളിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ആ നമ്പറിൽ ചേഞ്ച് വരുത്തുക. ഇനി ഞാൻ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഒരു 1/4 ടീസ്പൂണോളം മുളകും പൊടിയും 1/4 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അത് കാരണത്താലാണ് ഞാനിവിടെ 1/4 ടീസ്പൂണോളം മാത്രം മുളകും പൊടി യൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മസാലയിലേക്ക് നമുക്ക് അത്യാവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാലയിൽ ഒരു 2 മിനിറ്റ് നേരമെങ്കിലും സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഡോ നന്നായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഓരോ ബോളുകളാക്കിയിട്ട് മാറ്റിയെടുക്കാം.
ഞാനിവിടെ 3 ബോളുകളായിട്ടാണ് മാറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് പൊടിയൊക്കെ തൂവിയിട്ട് എല്ലാതും നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തണയിലേരി പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് മുഴുവനായിട്ട് നമ്മൾ ചപ്പാത്തി കവർ ചെയ്യുന്ന രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചപ്പാത്തി റോൾ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോളുകളും ഇതേപോലെ തന്നെ ചപ്പാത്തി പരത്തിയതിന് ശേഷം അതിൽ ഫില്ലിങ്സ് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ റോൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കട്ട് ചെയ്തിട്ട് ഓരോ പീസസുകളാക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്വിസ് റോളൊക്കെ ചെയ്യുന്ന അതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഓരോന്നും നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്ലെയിമിൽ ഓയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്ക് 2 ഭാഗവും കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള സെറ്റ് കൂടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും മറ്റ് റിലേറ്റീവ്സിനും ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. നമ്മുടെ അങ്ങനെ 2ാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.